അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൃഷി നടത്തി 100 മേനി കൊയ്തിരിക്കുകയാണ് പാറശാല കൊറ്റാമം ഫാത്തിമ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ വളർത്തിയ 1000-ലധികം ജമന്തി ചെടികളാണ് സ്കൂൾ മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഇത്തവണത്തെ ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ സ്കൂളിൽ തന്നെ വിളയിക്കാമെന്ന ആശയമാണ് കുട്ടികളെ ജമന്തി കൃഷിയിലേക്ക് എത്തിച്ചത്. പ്രധാന അധ്യാപിക സൈന്യ ജോണിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സ്കൂളിലെ കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികൾ ഈ ഉദ്യമം ഏറ്റെടുത്തു. ഗ്രോ ബാഗിലും അല്ലാതെയുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 1000-ലധികം ജമന്തി തൈകളായിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരുമിച്ച് നട്ടുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നിറമുള്ള പൂക്കളുകളും കാണാൻ ഭയങ്കര നല്ലൊരു സന്തോഷം പോലെയാണ്. പഠിക്കുമ്പോൾ ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ നടും, പിന്നെ വീട്ടിലും നടും. സ്കൂൾ അങ്കണത്തിൽ തന്നെ ആരംഭിച്ച ജമന്തി പൂക്കളുടെ പരിപാലന ചുമതല പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ഒപ്പം സഹായത്തിന് ജിഷ ടീച്ചറും കൂടെ കൂടി. ഗാർഡൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്, മാം നമുക്ക് ഈ വർഷം ഇവിടെ നിന്ന് നമുക്ക് പൂക്കൾ തയ്യാറാക്കി നമുക്ക് അത്തപ്പൂടാം, പുറത്തുനിന്ന് മേടിക്കേണ്ട മാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിള്ളേരുടെ താല്പര്യം അത് കണ്ടപ്പോൾ ഞാനും പ്രഥമ അധ്യാപികയോട് പറഞ്ഞു, മാം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം, പിള്ളേർക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് നമുക്ക് തുടക്കം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാമിനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബന്ദി പൂക്കൾ നടുന്നതിന് വേണ്ടി തുടക്കുകയും നല്ലൊരു വിജയം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. കൃത്യസമയത്തെ വളപ്രയോഗങ്ങളും നനയ്ക്കലും കീടങ്ങളിൽ നിന്നുള്ള പരിചരണവും 100 മേനി വിളവിലേക്ക് എത്തിച്ചു. മണ്ണിനെ അറിഞ്ഞുകൊണ്ടുള്ള പൂക്കൃഷി കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് ഏറെ പ്രയോജനപ്പെട്ടെന്ന് അധ്യാപകർ തന്നെ പറയുന്നു. കംപ്ലീറ്റ് ഇൻകം ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാനായിട്ടും ക്യാൻസർ പേഷ്യൻസിനും ഡയാലിസിസ് പേഷ്യൻസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ എയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും രണ്ടാമത്തെ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും വീട് റെഡിയാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അടുത്ത് ഇത് ജമന്തി കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ സൂര്യകാന്തി പൂക്കളിലോട്ടാണ് അടുത്തൊരു പ്ലാൻ വെച്ചിട്ടുള്ളത്. സ്കൂൾ ഓണാഘോഷത്തിന് ശേഷമുള്ള പുഷ്പങ്ങൾ പൊതുവിപണിയിൽ വിറ്റ് കിട്ടുന്ന തുക PTA നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന ചികിത്സാ ധനസഹായ ഫണ്ടുകളിലേക്ക് വകമാറ്റും. ന്യൂസ് 18 തിരുവനന്തപുരം.